ഹായ് പ്രിയമുള്ളവരെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മൾ ഈ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഒരു 5 കിട്ടാറുണ്ട് ലക്കി ബാമ്പു എന്ന് പറയുന്ന ചെടി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്ന ഇത് നമ്മുടെ വീടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കിഴക്ക് വീടിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കും, ഭാഗ്യം കൊണ്ടുവരും എന്നൊക്കെയാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്കിതിനെ നട്ടു വളർത്താം. ഇത് സത്യം പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു തണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് എല്ലുപൊടി, പിന്നെ കുറച്ച് ചാണകപ്പൊടി, ഇത് മാത്രം മതി. കാരണം ഇതിൻ്റെ നമുക്ക് ഇങ്ങനെ തണ്ടും ഇലയും മാത്രം വളർന്നാൽ മതിയല്ലോ. അപ്പോൾ അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് മണ്ണ്, ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, ഇത്രയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് നമുക്ക് വളർത്തിയെടുക്കാം. ഇതുകൂടാതെ ഇത് നമുക്ക് നല്ലൊരു ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇത് 3-4 കട്ടിങ്സ് എടുത്ത് നമ്മളൊരു ചെട്ടിയിൽ ഒരേ ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വളർന്നു വരുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ നിൽക്കും. കണ്ടോ ഇതിൻ്റെ അട്രാക്ഷൻ കണ്ടോ? നമുക്ക് വീടിനകത്ത് വീടിൻ്റെ മൂലകളിലൊക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. പിന്നെ പോരാത്തിന് ടേബിളിൻ്റെ പുറത്ത് ഹൈറ്റ് കുറച്ച് കട്ട് ചെയ്ത് ഒരു നല്ല വെള്ള പോട്ടിൽ വെച്ച് അതിൻ്റെ 5 കഷ്ണം എടുത്ത് അതിനകത്ത് നമ്മൾ ചുമന്ന ചരടായിട്ട് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. വളരെ സിമ്പിളും പെട്ടെന്ന് പിടിക്കുന്നതുമായ, വളരെ പെട്ടെന്ന് ഇതായി പിന്നെ കൂടുതൽ വളർന്ന് ബ്രാഞ്ച് കൂടുതലായിട്ട് മുകളിലോട്ട് കട്ട് ചെയ്യുന്ന എത്ര നമ്മൾ കട്ട് ചെയ്യുന്നോ അത്ര അധികം ഫാസ്റ്റായിട്ടിത് വളരും. കാരണം അതൊരു ബാമ്പു വെറൈറ്റിപ്പെട്ട പ്ലാന്റ്സ് ആണല്ലോ. അതുകൊണ്ട് ലക്കി ബാമ്പു ഷ്രബ്സ് പോലെ ഇങ്ങനെ വരുന്നെങ്കിലും ബാമ്പു വെറൈറ്റിപ്പെട്ടത് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു തരം പ്ലാന്റ്സ് ആണ്. അപ്പോൾ എല്ലാവരും വെച്ച് പിടിപ്പിക്കുക. പിന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓരോ കഷ്ണം എവിടെന്നെങ്കിലും ലഭിക്കുകയാണെങ്കിൽ വെച്ച് പിടിപ്പിക്കുക. വളരെ നല്ലതാണ്.